ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ദിശാപ്പ് എന്ന റെസ്റ്റോറൻറ്റിലാട്ടോ. നമ്മൾ കാലിക്കറ്റാണ്. ആ കാലിക്കറ്റിൽ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഒരു കഞ്ഞള്ളം തരും. അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ കള്ളാണെന്ന് ഗൈസ്. കള്ളല്ല, കഞ്ഞള്ളാണ് ഗൈസ്. പിന്നെ അവിടുത്തെ പഴയ മൂവിയുടെ ഓരോ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പടികം, അതേപോലെ തന്നെ അങ്ങാടിയുടെ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഡിഷാണ് ഈ ചെമ്മീൻ തേങ്ങാപ്പാലിട്ട ഒരു സിഗ്നേച്ചർ ഡിഷാണ്. ആ ഒരു ഡിഷാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ എരിവൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഷ് നല്ലോണം ഇഷ്ടമാവും. ഞങ്ങൾ പേഴ്സണലി എരിവ് തിന്നുന്ന ആൾക്കാരായ കാരണം ഞങ്ങൾക്ക് വലിയ ലൈക്കായില്ല. സാധനം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു ഡിഷ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്ത ഡിഷാണ് ചെമ്പല്ലി തവ. അങ്ങനെ എന്തുകൊണ്ട് പേര് ഗായ്സ്, എനിക്ക് സത്യം പറഞ്ഞാൽ പേരറിയില്ല ഓരോ ഡിഷസിൻ്റെ. ഞാൻ തിന്നും, പേര് ചോദിക്കലില്ല ഡിഷിൻ്റെ പേര്. അങ്ങനെ ഞാൻ ഈ ഒരു സാധനമാണ്, ഈ ഒരു ഡിഷാണ് ഇപ്പം ഇനി ട്രൈ ചെയ്യാൻ പോണത്. ഇനി എന്തായാലും ആ ചേട്ടൻ വന്നിട്ട് ആ ഒരു ഡിഷിന് നമ്മൾ എന്തായിട്ടുണ്ട്, തീ പാർപ്പിക്കുന്നുണ്ട്. തീ പാറി പാറി വരുന്നുണ്ട്. തീയൊക്കെ നല്ല പോലെ അവർ പോളപ്പിച്ചിട്ട് എന്നുവെച്ചാൽ ആ തീയിലിട്ടിട്ട് ഇങ്ങനെ ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ വരും. അത്രയും ടേസ്റ്റായിരുന്നു ഗായ്സ്. അടിപൊളിയാണ്. സെർവ് ചെയ്യണതൊക്കെ നല്ല അടിപൊളിയാണ്. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ആ ഒരു മസാല ഞാൻ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മീനിൻ്റെ മസാല ആയാലും മീനായാലും നല്ല ഫ്രഷ് മീനാട്ടോ. അല്ലാണ്ട് ചീഞ്ഞ മണമൊന്നുമില്ല ഗായ്സ്, നല്ല ഫ്രഷ് മീനാണ്. അങ്ങനെ അൻസാർക്കാണ് ഫസ്റ്റ് ട്രൈ ചെയ്യണത്. അൻസാർക്ക് പറഞ്ഞ് അടിപൊളിന്ന്. ഇനി അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ലുക്കും പറഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരൊക്കെ പറഞ്ഞതില്ല, ഞാൻ ട്രൈ ചെയ്യണ്ടേ. അടുത്തതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. മസാല വൈസ് അടിപൊളി ഗായ്സ്. എനിക്ക് മീനെക്കാട്ടും ഇഷ്ടമായവരെ മസാലയാണ്. കോഴിക്കോട് വരുന്നവർ എന്തായാലും ദിശാപ്പ് റെസ്റ്റോറൻറ്റ് മസ്റ്റായിട്ടും വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് അടിപൊളിയാണ് ഗായ്സ്.